ചേട്ടാ ഞാൻ വന്നു ഇങ്ങനെ കാണിക്കുന്ന ഒന്നും തേങ്ങൊട്ടി ഇതൊക്കെ ഒരു പള്ളിവശം കാണിക്കേണ്ടത് ആക്ഷനൊക്കെയാണ്. ഞാൻ ഇതെല്ലാം പഴയ വിഷപ്പം എന്ന് പറഞ്ഞ നീ പിന്നെ അനുഭവിക്കാൻ ഇതൊക്കെ ഈ പള്ളിയിൽ അച്ഛന്മാർ കാണുന്നില്ലേ? ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്ത് പേര് കമന്റ്. ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രേണുസുതി കണ്ടന്റാണ്. അപ്പം ഇന്നലെ സജീന വ്ലോഗ്സിന്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായി. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അടുത്തിരുത്തി ഊക്കുന്നു എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ, അതേപോലെയാണ് എനിക്ക് ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തോന്നിയത്. അതിനുശേഷം ആ പോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തു. സത്യം പറയട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ഈ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സിന് എനിക്ക് അറിയില്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന അറിയുന്നത് ഞാൻ ഇതൊന്നും കാണും. കുറച്ച് കൂടുതൽ ഈ സിനിമ അഭിനയിക്കുമ്പോഴല്ലാതെയും രേണുസുതി ഭയങ്കര ഇന്റിമൻസ് ആയിട്ടാണ് ആണുങ്ങളോട് എപ്പം പോകുന്നതല്ല. അക്ഷയ് എന്റെ ഫ്രണ്ടാണ്, അവൻ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്. എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇത്, അതോ ആ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമസി, അതോ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ നിങ്ങൾക്ക് അത്ര ഇന്റിമസി ആയി? ഞങ്ങൾക്ക് അങ്ങനെ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ റൂം എടുക്കാം, ഹോട്ടൽ റൂമുണ്ട്, അവിടെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം കാണിക്കാൻ. നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരും അറിയില്ലല്ലോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനത് സിമ്പിൾ, നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെയാണോ പറയുന്നത്? നമ്മുടെ മനസ്സിൽ കളയില്ലാത്ത നമ്മൾ അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചെടുക്കാനുള്ളവർ എടുത്തോളൂ. ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ കണ്ണിൻ്റെ തോന്നല്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നവന്റെ കണ്ണിലെ പുരുവാണ്, കാണുന്നവന്റെ കണ്ണിലെ സൗന്ദര്യമാണ്. അല്ല ഈ ബ്ലോഗർമാരെ വിട്, ബ്ലോഗർമാരെ ഞാൻ പറഞ്ഞോട്ടെ, അത് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. എനിക്ക് എന്ത് സപ്പോർട്ട്? കുറെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ആണോ? അത് സപ്പോർട്ടാണ്. എനിക്ക് മാസം കൊണ്ട് ഇവരാരും കൊണ്ട് പൈസ തരുന്നില്ലോ. അപ്പൊ പിന്നെ അവർ പറയുന്നത് എനിക്ക് അവർ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാം. ഞാൻ ചേച്ചിയോട് ഇപ്പൊ പറയാം, ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രമിക്കാം. എല്ലാരും ഇപ്പൊ പറയുന്നത് ശ്രീതു ഒരു ഇതിട്ട് അതോളം സ്റ്റാൻഡ് നിലപാട് സത്യം പറയട്ടെ, ശ്രീതു എന്റെ ഫ്രണ്ട് ഒന്നുമല്ല, ചേച്ചി എന്റെ ഫ്രണ്ടാണ്. ചേച്ചിയുടെ ശ്രീതു എന്റെ ഫ്രണ്ടല്ല. ഞാൻ ആദ്യമായിട്ട് ശ്രീതുവിനെ കാണുന്നത്, ശ്രീതുവിന്റെ വ്ളോഗും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഞാൻ കാണുന്ന ഒരു ഷൂട്ടിനാണ്. അപ്പം തൊട്ട് എന്റെ ഫ്രണ്ടായി. അല്ലാതെ ഞാൻ അവരെ മെസ്സേജ് പോലും ഞാൻ അയക്കാറില്ല. ചേച്ചിക്ക് ഞാൻ അയക്കാറില്ല. ഞാനൊരു 10 വർഷം 20 വർഷം മുമ്പുള്ള ഫ്രണ്ട്സിനെ പോലും ഞാനൊന്നും പറഞ്ഞാൽ ഇപ്പൊ ശ്രീധുനെ തള്ളിപ്പറഞ്ഞു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തികളെ തള്ളിപ്പറയും. അത് താമസിയാതെ കാണാം. പിന്നെ ഇവര് വാലെ തൂങ്ങി എന്തിനാണ് നടക്കുന്നതെന്ന് എനിക്ക് ചോദിച്ചാൽ, എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ട് ഇവർക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് അറിയില്ല, അന്ന് നമ്മുടെ ബിഷപ്പിനെ മോശമായിട്ട് പരാമർശിച്ച സമയത്ത് ഈ 3 പേരും ഉണ്ടായിരുന്നു, കയ്യിൽ ഫോണൊക്കെ പിടിച്ചിട്ടെ 3 ആൾക്കാരും ആ ഒരു ബിഷപ്പിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഫ്രണ്ട് അല്ലായിരുന്നു, ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ട് ആകുന്നത്. അപ്പം കൂടെ നിർത്തി മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് അവസാനം തനിയെ കാലൂരി മാറ്റുന്നത് കണ്ടോ? ഇതാണ് സ്വഭാവം. അങ്ങനെയാണ്, ഇതാണ് മറിച്ച് തന്മറിന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും അതിൽ കമന്റ്സ് ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തേ, ഇപ്പൊ ഒന്നുമില്ലേ? സത്യം പറഞ്ഞാല് നിങ്ങളെപ്പോലും ഒരു വിലയില്ലാത്ത കണക്കാണ് ആ ഒരു സ്ത്രീ അവിടെ നിന്ന് സംസാരിക്കും. കാരണം മൊത്തത്തിൽ അഹങ്കാരത്തിന്റെ തട്ടിമേൽ നിൽക്കുകയാണ് ആ ഒരു സ്ത്രീ. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് സുധിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആൽബം ഇറക്കിയിരിക്കുന്ന ആളാണ്. ഇപ്പൊ കുറെ കോൺട്രവേഴ്സി ആദ്യം ഒരു മന്ദാരച്ചേലി എന്ന് പറയുന്ന ഒരു ചെപ്പല്ലേ, മന്ദാരച്ചേലി, അങ്ങനെ ഒരു ആൽബം ഇറക്കി, അത് വൈറലായി. അത് കഴിഞ്ഞപ്പോ വീണ്ടും രേണുസുധിയെ വെച്ചിട്ട് ഒരു പുതിയ ആൽബം കള്ളിപ്പെണ്ണും കള്ളുംകുപ്പിയും, അങ്ങനെ അതിന്റെ വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല, അതിൽ 1-2 മാത്രമേ ഉള്ള ആൽബത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അതെല്ലാം അല്ല, ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അപ്പം അതിൽ പലർക്കും അതൊരു എന്താ പറയാ, പല വ്ളോഗേഴ്സും അതൊരു തെറ്റായ ധാരണയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു പടം മോഡൽ അവർ ഇറക്കിയിരിക്കുന്നതാണ്. ശരിക്കും ഒരു ബി ഗ്രേഡ് പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ആ പിന്നെ വിഷ്വൽസ് പുറത്തു വന്നതാണ്. RJ ലച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് പുറത്തേക്ക് ആ ഒരു ആൽബം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ആയിരിക്കും, നമ്മളുടെ ജനങ്ങൾക്ക് ഒരു നല്ലൊരു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു വിഷ്വൽ ആയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. ഈ മറ്റുള്ളവർ വീഡിയോ നിങ്ങളെ കുറിച്ചിട്ട് ആരും ഇടുന്നില്ല, പക്ഷെ നിങ്ങൾ അവരെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവരെന്തിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീ അഹങ്കാരത്തിന് തട്ടിന് മേലെ നിൽക്കുകയാണ്. ഇനി ആ സ്ത്രീ താഴോട്ട് ഇറങ്ങത്തില്ല. അതാണ് ആ സ്ത്രീയുടെ മെയിൻ പരിപാടി. നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, നെഗറ്റീവിന് റീച്ച് നേടുക. കാരണം ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവർക്ക് സപ്പോർട്ട് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അതൊക്കെ പുല്ലാണ്, കോപ്പാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. എടുത്തേക്കുന്നതാണ്. അതില് വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. അപ്പം ലൊക്കേഷൻ റീൽസ് ആയിരുന്നു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ.
ഒരു കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിൽ പണ്ട് കോവിഡ് സമയത്ത് ആ ഒരു ആക്സിഡന്റ് സമയത്താണ് ഈ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കുറച്ച് ആൾക്കാരിലോട്ട് എത്തിപ്പെടുന്നത്. കൂടാതെ ഈ ഒരു ഫ്ലവേഴ്സ് ചാനലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ അല്ലാണ്ട് ഈ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല, ഇന്ന ആളുണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വെച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തി, അതായത് ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി, സ്വന്തമായിട്ട് പേരിട്ടതാണ് രേണു സുധി എന്ന്. അപ്പോൾ ആ ഒരു രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി മുന്നിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള സഹതാപവും, പിന്നെ അവസാനം ആൾക്കാർ ഒരുപാട് കാശൊക്കെ കൊടുത്തു സഹായിച്ചു. പിന്നെ ആ കാശ് കൊടുത്തവർ തന്നെ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള സംസാരം, വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ഫാദർ, പിന്നെ വീട് വെച്ച് കൊടുത്ത ആൾക്കാർക്ക്, അങ്ങനെ പല തരത്തിൽ എന്താ പറയുക പെരുമാറ്റമാണ് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, കൂടെ നിൽക്കുന്നവരെ പോലും തള്ളിപ്പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തവരെ തള്ളിപ്പറയുന്നുണ്ട്, സഹായം ചെയ്തവരെ തള്ളിപ്പറയുന്നുണ്ട്. ഇവരിൽ എന്ത് ക്വാളിറ്റിയാണ് ഇരിക്കുന്നത്? ഇവരെന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണോ? എനിക്ക് മനസ്സിലാത്തൊരു ചോദ്യമാണ്. ഒന്നെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരാൾ സഹായിച്ചാൽ ആ ഒരു നന്മ തിരിച്ച് കാണിക്കുക, ഇല്ലെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകാരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണിക്കുക, അതൊന്നുമില്ല. പക്ഷേ സ്വന്തം കാര്യം, സ്വന്തം നിലനിൽപ്പ്, സ്വന്തമായിട്ട് കുറേ നെഗറ്റീവ് കണ്ടൻസ് ഉണ്ടാക്കുക, അതിൽ കൂടി വൈറലാക്കുക. കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേര് ഒന്നും കൂടി, അയാൾക്ക് ഒന്നാമത് പേരില്ല, കാരണം അത്രയ്ക്കും പേര് നശിച്ചിട്ടാണ് അയാളുടെ രീതിയിൽ എത്തിയത്. എന്നിട്ട് പോലും ആ ജനങ്ങൾ അയാളെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഒരു ഏറ്റെടുത്ത നിമിഷം മുതൽ ഈ സ്ത്രീ അയാളുടെ പേര് ഒന്നും കൂടി നാണമില്ലാത്ത രീതിയിലേക്ക് ആക്കിക്കൊണ്ട് പോവാണ്. അയാൾ മരിച്ച് മൺമറങ്ങി പോയിട്ടും ഒരു വ്യക്തി, ഈ ലോകത്ത് ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ആ ഒരു വ്യക്തിക്ക് ഇന്നും സമാധാനം കിട്ടിയിട്ടില്ല എന്നായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം ഇവർ മുന്നേ പറയുമായിരുന്നു, സുധിച്ചേട്ടനെ എനിക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും, സുധിച്ചേട്ടൻ വരുന്നതായിട്ടൊക്കെ തോന്നും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങോട്ട് വരുന്നില്ല. കാരണം എന്താണ്? ഇവർ സുധി എന്ന് പറയുന്ന കലാകാരനെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് വരാത്തത്. പിന്നെ ഇവർ കാണിക്കുന്ന കോപ്രയങ്ങളെ ചില്ലറയൊന്നുമല്ല. ഇനി കുറേ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ, വരട്ടെ. കാരണം ഇവർ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോടാണ്, നിങ്ങളെയാണ് ഈ സ്ത്രീ എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിക്കുന്നത്, നിങ്ങളാണ് കോപ്പ്, നിങ്ങൾ മറ്റതാണ്, നിങ്ങൾ മരിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെയാണ് പറയുന്നത്. ആലോചിച്ചിരുന്നോ?